ഈഡിപ്പസ് കോംപ്ലക്സിൽപ്പെട്ട് ഉയരുന്ന നായകൻ, ദാമ്പത്യത്തിനായി കൊതിക്കുന്ന അവൻ്റെ ചെറുപ്പക്കാരിയായ ഭാര്യ. നായകൻ ഈ പ്രതിസന്ധിയിൽ നിന്ന് മറികടക്കുമോ? അവന് ഭാര്യയുമായി ആരോഗ്യകരമായ ദാമ്പത്യ ജീവിതം നയിക്കാൻ കഴിയുമോ? ഇത് 2000 കാലഘട്ടങ്ങളിൽ ഇറങ്ങിയ മലയാളത്തിലെ സോഫ്റ്റ് പോൺ സിനിമകളുടെ ഒരു പ്രമേയമല്ല. 1972 മെയിൻ സ്ട്രീം സിനിമയുടെ ഭാഗമായി വന്ന ഒരു പ്രമേയമാണ്. ഈഡിപ്പസ് കോംപ്ലക്സ് എന്നത് ഒരു പ്രമേയമായി ഒരു സിനിമയുടെ ഭാഗമായി വരിക എന്നത് ചിന്തിക്കാൻ പോലും കഴിയാത്ത ഒരു കാലഘട്ടം. ലോക സിനിമയിൽ ഈഡിപ്പസ് കോംപ്ലക്സ് പ്രമേയമായി ഒരുപാട് സിനിമകൾ വന്നിട്ടുണ്ട്. പ്രശസ്ത ഇറ്റാലിയൻ ചലച്ചിത്രകാരനായ പസോളിനിയുടെ ഈഡിപ്പസ് റെക്സ് എല്ലാം അതിന് മികച്ച ഉദാഹരണങ്ങളാണ്. എന്നാൽ ഇന്ത്യൻ സിനിമയിൽ ഇങ്ങനൊരു വിഷയം പ്രമേയമാക്കാൻ ഇന്ന് പോലും ധൈര്യമില്ല. അങ്ങനെ വിപ്ലവാത്മകമായ ഒരു പ്രമേയമാണ് 1972 മലയാള സിനിമയിൽ വന്നത്. പുനർജന്മം എന്നാണ് ആ സിനിമയുടെ പേര്.